അപ്പോൾ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ഈ പൊതുഗതാഗതം അതും പ്രശ്നമാവുമല്ലോ. ഇപ്പൊ വില കൂടിയിട്ടുള്ള, ഇപ്പൊ ഹോട്ടലിന്റെ വില കൂടി എല്ലാം കൂടിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ ബസ് കൂലി മാത്രമാണ് ഇപ്പോഴും കൂടാതെ നിൽക്കുന്നത്. ഇവർക്ക് കൂട്ടാല്ലേ? അവർക്ക് കൂട്ടാം, യാതൊരു പ്രശ്നവുമില്ല. അവർക്ക് ഇപ്പൊ പാലിന് ഒരു പക്ഷെ ഇന്നാണ് പാലിന് വില വർദ്ധിപ്പിച്ചത്. പക്ഷെ ചായക്ക് ഒരാഴ്ച മുമ്പ് തന്നെ 12 രൂപ ഉണ്ടായിരുന്നു, 15 രൂപയായി. അവര് കൂട്ടിയിരുന്നു. അതാണ് ചെയ്തത്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ച്, ബസ്സുകാരെ സംബന്ധിച്ച് അത് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ തന്നെ ഡീസലിന്റെ കാര്യം ഇപ്പോ 2022 മെയ് മാസത്തിലാണ് നമുക്ക് ബസ് ചാർജ് വർദ്ധിപ്പിച്ച് മിനിമം ചാർജ് 10 ഉറുപ്പിയാക്കിയിട്ട് സർക്കാർ ഞങ്ങൾ നിരന്തരം പ്രക്ഷോഭമൊക്കെ നടത്തിയിട്ട് ഞങ്ങൾക്ക് 10 ഉറുപ്പിയാക്കിയത്. അപ്പോഴും വിദ്യാർത്ഥികളുടെ ചാർജ് 1 ഉറുപ്പിയാണ്. അതിന് വിദ്യാർത്ഥികളെ ഇതായിട്ട് പറയുന്നതല്ല, 1 ഉറുപ്പിക്കാണ് ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ആ ഒരു അവസ്ഥയുണ്ട്. ആ 2022 ശേഷം ഇപ്പൊ 5 വർഷമായി ഡീസലിന്റെ വിലയിൽ 10 ഉറുപ്പിയ കൂടി. ബസ് ചാർജ് വർദ്ധനവിന് ശേഷം മറ്റേ സാമൂഹ്യ സുരക്ഷാ പെൻഷന് വേണ്ടിയിട്ട് 2 ഉറുപ്പിക ഡീസലിന് സംസ്ഥാന സർക്കാർ കൂട്ടി. അതിനുശേഷം ഇപ്പൊ സെസ് അപ്പോഴും ഞങ്ങളെയാണ് അത് ബാധിച്ചത്. ഇപ്പൊ അത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെസ് അല്ല, സെസ് ബാധിച്ച് ഡീസലിലാണല്ലോ സെസ് കൂട്ടിയത്. അപ്പൊ 2 ഉറുപ്പിക ഞങ്ങളെ ബാധിച്ചു. മറ്റുള്ള ഏതെല്ലാം വാഹന ഗതാഗതം എല്ലാം ഡീസലും പെട്രോളും മീൻ പിടിക്കാൻ അല്ല അവർക്ക് അപ്പോഴും വർദ്ധിപ്പിക്കാം. നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുമോ? നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റുന്നില്ല.